ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ആരാ പറഞ്ഞേ പേടിപ്പിച്ചാൽ പേടിക്കൂല എന്ന? ആരാ പറഞ്ഞേ വിപ്ലവം സൃഷ്ടിച്ചാൽ നടക്കേണ്ട കാര്യം നടക്കില്ല എന്ന? ചന്ദ്രശേഖർ ആസാദിനെ ഒരു കാരണവശാലും തടവറയിൽ നിന്ന് ചികിത്സ നൽകാൻ മുന്നോട്ട് കൊണ്ടുവരില്ല എന്ന ധാർഷ്ട്യത്തോടു കൂടിയുള്ള നിലപാടിനെ മുന്നോട്ട് വെച്ച ഡൽഹി പോലീസ് പ്രതിഷേധങ്ങളെ ഭയന്ന്, പ്രക്ഷോഭങ്ങളെ ഭയന്ന് ചന്ദ്രശേഖർ ആസാദിനെ ഡൽഹിയിലെ ദീൻ ദയാൽ ഉപാധ്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ വിജയമാണ്, അല്ല ഇന്ത്യ രാജ്യത്തെ മതേതരത്വ വിശ്വാസികളുടെ പ്രതിഷേധങ്ങളുടെ വിജയമാണ്. ആസാദിനെ തടവറക്കകത്ത് തന്നെ തീർത്തേക്കാമെന്ന് വിചാരിച്ച സംഘപരിവാർ പോലീസിന് നൽകിയ കൃത്യമായ മറുപടി തന്നെയാണ് ഈ വിജയം. ആസാദിനെ തുടർന്ന് ശക്തമായ ചികിത്സ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ എയിംസിലേക്ക് മാറ്റണമെന്ന് അർജിത് സിംഗ് ബാട്ടി ട്വിറ്ററിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട്. അർജിത് സിംഗ് ബാട്ടി തൽക്കാലം ഒരു ആശ്വാസം എന്ന രീതിയിൽ മാത്രമാണ് ദീൻ ദയാൽ ഉപാധ്യ ആശുപത്രിയിലേക്ക് ചന്ദ്രശേഖർ ആസാദിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ട്വിറ്ററിലൂടെ പങ്കുവച്ചത്. ഇനിയും അദ്ദേഹത്തിന് നല്ല ചികിത്സ ആവശ്യമാണ്. അവസാന നിമിഷം ഡൽഹി ജുമാ മസ്ജിദിൽ നിന്ന് പോലീസിനോടൊപ്പം അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞ വാക്കുണ്ട്: അള്ളാഹു വിചാരിച്ചു കഴിഞ്ഞാൽ, ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് നിങ്ങളിലേക്ക് വരുമെന്ന്. അദ്ദേഹം തിരിച്ചു വരേണ്ടതുണ്ട്. അതിന് അദ്ദേഹത്തിന് വ്യക്തമായ ചികിത്സ നൽകേണ്ടതുണ്ട്. ഇനിയും ചന്ദ്രശേഖർ ആസാദിന് വേണ്ടിയിട്ട് നമ്മൾ ശബ്ദിക്കേണ്ടതുണ്ട്. എയിംസിൽ അദ്ദേഹത്തിന്റെ ഹൃദയാഘാതം വരാനുള്ള ഒരു വലിയ സാധ്യത മുന്നിലുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശക്തമായ ചികിത്സ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ഫ്ലെബോട്ടോമി എന്ന് പറയുന്ന ഒരു വലിയ രോഗമാണ് അദ്ദേഹത്തിനുള്ളത്. ആഴ്ചകളിൽ രക്തം മാറ്റിവെക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ തടവറ ഒരിക്കലും ചന്ദ്രശേഖർ ആസാദിന് സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടമേ അല്ല. അതിനാൽ അദ്ദേഹത്തിന്റെ ഡോക്ടർ ട്വിറ്ററിലൂടെ പങ്കുവെച്ചതുപോലെ എയിംസിൽ നിന്നാണ് ചന്ദ്രശേഖർ ആസാദിന് ചികിത്സ ലഭിച്ചുകൊണ്ടിരുന്നത്. അതിനാൽ തന്നെ ദീൻ ദയാൽ ഉപാധ്യ ആശുപത്രിയിൽ നിന്ന് ചന്ദ്രശേഖർ ആസാദിനെ എയിംസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരണം. ആസാദിന് വേണ്ടിയിട്ട് ആസാദ് വിളിക്കാൻ നമ്മൾ തയ്യാറാകണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.